തൃശൂരിൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തുണ്ടായ സ്ഫോടനം സ്വാഭാവികമല്ലെന്നും ഇതിൽ അട്ടിമറി സാധ്യതയുണ്ടെന്നും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. വിഷയത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് സമിതി സംസ്ഥാന സെക്രട്ടറി വി.കെ. ചന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തുണ്ടായ സ്ഫോടനം സ്വാഭാവികമല്ലെന്നും അട്ടിമറി സാധ്യതയുണ്ടെന്നും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ആരോപിച്ചു. തൃശൂർ പൂരത്തിന് മുന്നോടിയായിട്ടുള്ള വെടിക്കെട്ടിനുള്ള സാധന സാമഗ്രികൾ ഒരുക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനത്തിൽ ആ സ്ഫോടനം ഒരു അട്ടിമറി ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന് പ്രധാനമായിട്ടുള്ളത് എത്ര വെയിലത്തിട്ടാലും ഈ വസ്തുക്കൾ സ്വയം തീപിടിക്കുന്നതല്ല. ഫോസ്ഫറസ് പോലുള്ള സാധനം ഉണ്ടെങ്കിലേ സ്വയം തീപിടിക്കുകയുള്ളൂ. അന്തരീക്ഷ ഊഷ്മാവിൽ അത് തീപിടിക്കുന്നതാണ്. ഇത് സൾഫറൊക്കെ ചേർത്തിട്ടുള്ള മിശ്രിതമായതുകൊണ്ട് സ്വാഭാവികമായ തീപിടുത്തം ആണ് എന്ന് പറയാൻ യാതൊരു കാരണവശാലും നിർവാഹമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടിത് അട്ടിമറി ശ്രമമാണോ എന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംശയിക്കുകയാണ്. അതുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ ഈ കാര്യം ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്നാൽ അത് സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ കളക്ടറേറ്റിൽ ഇരുന്ന് പൊടി പിടിച്ച് പോവുകയല്ലാതെ ഇതുവരെ യാതൊരു നടപടിയും ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിന്മേൽ ഉണ്ടായതായ ഒരു ചരിത്രമില്ല. ശബരിമലയിൽ തന്നെ എത്രയോ റിപ്പോർട്ടുകൾ സെക്രട്ടേറിയറ്റിൽ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇത് സംശയിക്കാനുള്ള പ്രധാന കാരണം തൃശ്ശൂർ പൂരം 2 വർഷം മുമ്പ് അലങ്കോലപ്പെടുത്തുന്നതിന് പോലീസിൻ്റെ ഒത്താശയോടുകൂടിയുള്ള ഒരു വലിയ പരിശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ കേരളം മറന്നുപോകാൻ ഇടയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം ഈ വിഷുവിനോടനുബന്ധിച്ചുള്ള ദിവസം തന്നെ ഉണ്ടായി എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണോ ഈ കേരളത്തെ പഴയൊരു കാശ്മീരാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണോ എന്ന് സംശയിക്കത്തക്കതായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ ഈ തരത്തിലുള്ളതായ അട്ടിമറി ശ്രമമുണ്ടോ, ഗൂഢാലോചനയുണ്ടോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിഷയത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും സമിതി ആവശ്യപ്പെട്ടു. കനത്ത വെയിലത്ത് വെച്ചാൽ പോലും വെടിക്കെട്ട് സാമഗ്രികൾ തനിയെ തീപിടിക്കില്ല. അന്തരീക്ഷ താപനിലയിൽ തീപിടിക്കുന്ന പോലെയുള്ള വസ്തുക്കൾ ഇതിൽ ഉപയോഗിക്കുന്നുമില്ല. പിന്നെ എങ്ങനെ ഇവ തനിയെ പൊട്ടിത്തെറിച്ചു എന്നത് കണ്ടെത്തണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി വി.കെ. ചന്ദ്രൻ പറഞ്ഞു. പൂരത്തെ അലങ്കോലപ്പെടുത്താൻ കഴിഞ്ഞ 2 വർഷമായി ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.